തയ്യൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു നോട്ടീസ് കിട്ടി. അത് അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ നമുക്ക് തയ്യൽ പഠിക്കണമെങ്കിൽ പടിയിൽ പോയി. എങ്കിൽ ഞാൻ അങ്ങനെ തയ്യൽ പഠിക്കാൻ ആയിട്ടിറങ്ങി തയ്യൽ പഠിച്ചു. അത് നേരിൽ വർക്കാൻ ഗാർമെൻറ് മേക്കിംഗ് എന്നും പറഞ്ഞ ഒരു പരീക്ഷ, അത് പാസ്സായി. അതിനുശേഷം അന്നേരം കട്ടിങ് ആൻഡ് ടൈലറിങ് എന്നും പറഞ്ഞ് പിന്നെ ഉണ്ട്. സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ അത് പാസ്സാകണമെന്ന് പറഞ്ഞു. പിന്നെ അത് പഠിച്ചപ്പം അന്നേരം എന്തെങ്കിലും പറഞ്ഞ് പിന്നെ പിന്നെ കയറിന് പഠിക്കണം. കട്ടിങ് ആൻഡ് ടൈലർ കയറുണ്ട്, അത് പാസ്സായെങ്കിൽ കൂടുതൽ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്നത് ഹൈസ്കൂളിൽ. അങ്ങനെ അതും പാസ്സായി. അതും പാസ്സായിട്ട് അന്നേരം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് കോഴിക്കോട്ടിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. എന്നിട്ട് അതിന് പോയി, ഇൻ്റർവ്യൂവിന് പോയി. അത് കിട്ടുമെന്ന് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മാരേജ് ആയി അതിന് ശേഷമാണ് ഇന്റർവ്യൂവിന് പോയത്? അല്ല, അതിന് മുമ്പ്. അപ്പോഴ് ആ ജോലി കിട്ടുമെന്ന് ഉണ്ടായിരുന്നു, ശ്രമിച്ചാൽ കിട്ടിയെന്നെ. അപ്പം ഇവിടെ അപ്പോഴേ കല്യാണമായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഇനിയിപ്പം ജോലിക്കൊന്നും പോകണ്ട, വീട്ടിൽ ഇരുന്നും ചെയ്യാവുന്ന പണിയല്ലേ, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് തയ്ക്കുകയോ പഠിപ്പിക്കുകയോ അവിടുത്തെ കണക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ അങ്ങ് തുടങ്ങാമല്ലോ. അങ്ങനെ തുടങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അങ്ങനെ നല്ല ഒരു കൂടുതൽ പൈസയൊക്കെ ഉണ്ടാക്കി. വർഷങ്ങളിൽ അമ്മ ഓരോരോ സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഓരോ വർഷവും ഫോട്ടോ എടുക്കും. കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു, 10-25 പേര് വരെ ഉണ്ടായിരുന്നു. ഓരോ ബാച്ചിലും 10-25 പേര് വീതം കാണും. അങ്ങനെ ഒരു ഫസ്റ്റ് ബാച്ചിലെ ഫോട്ടോയാണ് അമ്മയുടെ കൈവശമുള്ളത്. ഫസ്റ്റിലല്ല, അത് തേർഡിൽ 3 വർഷം കഴിഞ്ഞടുത്തതായിട്ട് 70. ഇതാണ് ഫോട്ടോ അല്ലേ? പക്ഷെ ഇത് മൊത്തം സ്റ്റുഡൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടില്ല അല്ലേ? അല്ല, എല്ലാ സ്റ്റുഡൻസും ഇതിനകത്തില്ല. അത് കുറച്ച് രവിച്ചു പോയി, ചിലരടുത്ത് കുറെ ഇടമൊക്കെ അങ്ങ് പോയി, ഒരുമാതിരി ചീറ്റയായി പോയി. അങ്ങനെ അമ്മയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് തുളസിബായി ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു അല്ലേ? ഇത് ഏത് വർഷം അമ്മ? അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 64. 64-65 നമ്മുടെ ഈ സ്റ്റുഡൻസ് എല്ലാം ഉള്ളത്. അമ്മയാണ് ഈ ചെണ്ടും പിടിച്ചിരിക്കുന്നത് അല്ലേ? അമ്മയുടെ അടുത്തിരിക്കുന്നത് അമ്മയുടെ അമ്മയും കൂടെ വരാൻ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പോയപ്പോ അങ്ങനെ വർഷം ഇതേ കണക്ക് കുറെ പേര് വർഷം എടുക്കും. ഇത് ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം എടുത്തതാ ഫോട്ടോ. അങ്ങനെ മുണ്ടയ്ക്ക് ഒരുപാട് ആളുകളെ തയ്യൽ പഠിപ്പിച്ച് ഒരുപാട്. ഇവിടെ മുണ്ടയ്ക്ക് സ്ത്രീകൾ തയ്യൽക്കാരില്ലായിരുന്നു. ഞാൻ ആദ്യമേ പോയി തയ്യൽ പഠിച്ച് ഒരുപാട് ആൾക്കാരെയും തയ്യൽ പഠിപ്പിച്ചു. ഇപ്പം തയ്യൽ ഇവിടെ മുണ്ടയ്ക്ക് എല്ലാ ആളുകളും ഞാൻ പഠിപ്പിച്ച ആളുകളെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ജോലി മേടിക്കാൻ പറ്റിയില്ല, പിന്നെ പൈസയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ SNDPയുടെ ഒരു സ്കൂളിൽ കുറച്ച് നാൾ പഠിപ്പിച്ചു. SNDPയുടെ ഒരു സ്കൂളുണ്ടായിരുന്നു, അവിടെ കുറേ നാൾ പഠിപ്പിച്ചു. പിന്നെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് തുടങ്ങി. പിന്നെ അങ്ങനെ ലോണെടുത്ത് SSI ലോൺ എടുത്തിട്ട് അവിടുന്ന് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഇത് സബ്സിഡിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചയച്ച് ഇപ്പം സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരിടത്ത്. ഇപ്പം ജോലിയൊന്നും ചെയ്യുന്നില്ല. ഭർത്താവ്